Hello dear students. So good morning to one and all. And ഇന്ന് നമ്മൾ ലാസ്റ്റ് ഒരു പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി മെറ്റബോളിസം, അതിൻ്റെ ഡെഫിനിഷൻ, എനർജീൻ്റെ യൂണിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് എനർജി വാല്യൂ ഓഫ് ഫുഡ്സ്. എന്ന് വെച്ചാൽ ഫുഡ്സിലുള്ള എനർജി വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ടോട്ടൽ എനർജി റിക്വയർമെൻറ്റ്സ് ആൻഡ് BMR, അതേപോലെ BMRനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ഡു വർക്ക് ഓർ പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ മാറ്റർ. ഓക്കെ, എനർജീൻ്റെ ഡെഫിനിഷൻ ഇതാണ്. നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി തരുന്നത് തന്നെ എന്താണ്? എനർജിയാണ്. ഓക്കെ, ആ എബിലിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു മാറ്ററിനെ ചേഞ്ച് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, വെച്ചാൽ വർക്ക് ചെയ്യാന്നുള്ളത് ഒരു ചേഞ്ച് വരുത്തുന്നതും ആകും. ഫോർ എക്സാമ്പിൾ കെമിക്കൽ റിയാക്ഷന് വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പം ന്യൂട്രീഷൻ്റെ കേസിൽ എനർജി കൂടുതലും കാണുന്നത് കെമിക്കൽ എനർജി ആയിട്ടാണ്. പ്രത്യേകിച്ച് ഫുഡ് സ്റ്റഫിൽ ഒരു കെമിക്കൽ ബോണ്ട്, എന്ന് വെച്ചാൽ ഓരോ ന്യൂട്രിയൻസിൻ്റെയും കെമിക്കൽ ബോണ്ടിലാണ് ഈ എനർജി സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഈ കെമിക്കൽ എനർജി, അതേപോലെ കൈനറ്റിക് എനർജി ഓഫ് മോഷനും, ഇതിലാണ് എനർജി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ന്യൂട്രീഷൻ്റെ കേസിൽ ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം 80% എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നതും ഫുഡിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഹീറ്റ് എനർജി, അതേപോലെ റെസ്റ്റിൽ നിന്ന് കൺവേർട്ട് ആയി നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സാധനം മെക്കാനിക്കൽ, ഓസ്മോട്ടിക്, കെമിക്കൽ ആൻഡ് ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റുമ്പോൾ, ഫുഡ് മാറുമ്പോൾ ഉള്ള എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഇത് ഫുഡ്സിൽ നിന്ന് മാത്രമല്ല നമുക്ക് എനർജി കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജീൻ്റെ ദാറ്റ് ഈസ് ഓൾറെഡി സ്റ്റോർഡ് ഇൻ ദ ബോഡി. കുറച്ച് സ്മോൾ അമൗണ്ട്സ് ഓഫ് ഗ്ലൈക്കജൻ ഇൻ മസിൽ ആൻഡ് ലിവർ, ഇതൊക്കെ സ്റ്റോർഡ് ഫോംസ് ആണ്. അതേപോലെ ഫാറ്റ്, സെല്ലുലാർ മാസ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി ബോഡിയിലുള്ള കുറച്ച് സ്റ്റോർഡ് ഫോംസ് ഓഫ് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ടാണ് അതേപോലെ മറ്റുള്ള വർക്കുകളും ബോഡിയിലുള്ളത് ചെയ്തു തീർക്കുന്നത്. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എനർജി, ഓസ്മോട്ടിക് എനർജി, ഇലക്ട്രിക്കൽ എനർജി വെച്ചിട്ട് നെർവ് ഇമ്പൾസസ് ആയിട്ട് കാണുന്നുണ്ട്. മെക്കാനിക്കൽ എനർജി കാണുന്നത് നമ്മൾ മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത്, ഓസ്മോട്ടിക് എനർജി കാണുന്നത് ഫ്ലൂയിഡ്സ് ആൻഡ് ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത്, കെമിക്കൽ എനർജി സിന്തസിസ് ഓഫ് ന്യൂ കമ്പോണൻസ്, അതേപോലെ ബോഡിയിലുള്ള മറ്റു റിയാക്ഷൻസ്, അതേപോലെ തെർമൽ എനർജി കാണുന്നത് ഹീറ്റ് റെഗുലേഷൻ അഥവാ ഹോമിയോസ്റ്റാസിസ് എന്നുള്ള പ്രോസസ്സ് വഴി ബോഡിയിൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഈ രീതിക്കാണ്. ഇനിയുള്ളതാണ് നമുക്കറിയാം, ഒരു ബോഡിയിൽ നമുക്ക് മെയിനായിട്ടുള്ളൊരു എനർജീൻ്റെ ഫ്യൂവൽ എന്നുള്ളത് ATP എന്നുള്ളൊരു ഫോമാറ്റിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, അമിനോ ആസിഡ്സ്, ഇതിനൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് അത് ഓക്സിജനായിട്ടും കമ്പഷൻ നടന്നിട്ട് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ പ്ലസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡും ഈ പറഞ്ഞ ന്യൂട്രിയൻസ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് ആ ന്യൂട്രിയൻസിൽ നിന്നാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ഓക്സിഡേഷൻ. ഓക്കെ, ഓക്സിഡേഷൻ പറഞ്ഞാൽ ഓക്സിജൻ കൊണ്ടുള്ള കമ്പഷൻ, അത് ഇന്ന് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കണ്ടിട്ടുണ്ട്. സോളാർ എനർജിയാണ് മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ് അഥവാ ലൈറ്റ് എനർജി ഫ്രം ദി സൺ. പിന്നെ കെമിക്കൽ എനർജി ആയിട്ട് കാണുന്നതാണ് ഫുഡിൽ. ഇലക്ട്രിക്കൽ എനർജി ബ്രെയിൻ ആൻഡ് നെർവ് ഇമ്പൾസസിൽ കാണുന്നുണ്ട്. മെക്കാനിക്കൽ എനർജി മസിൽസിൽ കാണുന്നുണ്ട്. ഹീറ്റ് എനർജി ഏകദേശം എല്ലാ ലിവിങ് സെല്ലിലും ഓൾറൗണ്ട് ദി ബോഡിയിലും കാണുന്നുണ്ട് ഹീറ്റ് എനർജി. ഓക്കെ, അപ്പോൾ എനർജിക്ക് പല ഫോമിലും എക്സിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മെയിനായിട്ടും നമ്മൾ പറഞ്ഞു ATP എന്നുള്ളൊരു ഫോം അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയും. ഇതാണ് നമ്മൾ എനർജി ഫ്യൂവൽ. ഓക്കെ, ഗ്ലൂക്കോസാണ് ഫ്യൂവൽ, അതിൻ്റെ ബേസിക് എനർജി കറൻസിയാണ് ATP. ഈ ATP സ്പ്ലിറ്റ് ആകുമ്പോൾ അത് ഫോസ്ഫേറ്റ് ബോണ്ടിൽ, ATPൻ്റെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ 3 ഫോസ്ഫേറ്റ് ബോണ്ട് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ 3 ഫോസ്ഫേറ്റ് ബോണ്ടും എനർജി റിച്ച് ആയിട്ടുള്ള ബോണ്ടുകളാണ്. ഇത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ATP സ്പ്ലിറ്റ് ചെയ്താൽ ഫോസ്ഫേറ്റ് സെപ്പറേറ്റ് ആയി പോയിട്ട് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയി പോകും. വെച്ചാൽ പ്ലസ് ഒരു ഫോസ്ഫേറ്റ് ആയിരുന്നു വെച്ചാൽ ഒരു ട്രൈഫോസ്ഫേറ്റ് എന്ന് ഒരു ഫോസ്ഫേറ്റ് മാത്രമേ സ്പ്ലിറ്റ് ആകുമ്പോൾ പോകുന്നുള്ളൂ. 2 ഫോസ്ഫേറ്റ് അപ്പോഴും ഉണ്ടാവും. ADPയിൽ 2 ഫോസ്ഫേറ്റാണ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഒപ്പം 8 കിലോ കലോറി എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷനാണ്. ADP ആവുന്നു, ADP പ്ലസ് ഫോസ്ഫേറ്റ് ആവുന്നു. ആ ADP പ്ലസ് ഫോസ്ഫേറ്റും കൂടി ചേർന്നിട്ട് തിരിച്ച് ATPൻ്റെ ഫോമൊക്കെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കലോറി നമ്മൾ ATPയിൽ നിന്ന് കിട്ടുന്നത്. ഇനി യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അഥവാ യൂണിറ്റ്സ് ഓഫ് എനർജി പറഞ്ഞാൽ അത് ഇപ്പോൾ പറഞ്ഞു കിലോ കലോറിയിലാണ് നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ എനർജീൻ്റെ യൂണിറ്റ് പറയാം, അല്ലെങ്കിൽ കിലോ ജൂളിൽ,
ഓക്കെ. അപ്പം ഇത് ഡെഫിനിഷൻ എന്താ വെച്ചാൽ ദ കിലോ കലോറി ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് വാട്ടർ ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. അഥവാ 1 കിലോഗ്രാം വെള്ളത്തിന് 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി എടുക്കുന്ന എത്ര എനർജി ഉണ്ടോ അതാണ് 1 കിലോ കലോറി. ഓക്കെ. അപ്പം ഇതാണ് അതിൻ്റെ യൂണിറ്റ്. ഇനി കിലോ ജൂൾ നോക്കുകയാണെങ്കിൽ ഈ when 1 kilogram is moved 1 meter by a force of 1 Newton. ഓക്കെ. ഒരു ഫോഴ്സ് കാര്യങ്ങൾ ചേഞ്ച് മോഷൻ വെച്ചിട്ടാണ് ഈ ഒരു എനർജീൻ്റെ ഇത് കണക്കാക്കുന്നത്. അഥവാ 1 മീറ്ററോളം 1 കിലോഗ്രാമിൻ്റെ ഒരു സാധനം 1 ന്യൂട്ടൻ്റെ ഫോഴ്സ് വെച്ചിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി എടുക്കുന്ന എനർജിയാണ് 1 കിലോ ജൂള്. ഓക്കെ. അപ്പോൾ ഇനി ഇങ്ങനെയാണ് കിലോ ജൂളും കിലോ കലോറിൻ്റെ ഡെഫിനിഷന്. നമുക്കതിൻ്റെ കൺവേർഷൻ അറിയാം. 1 കിലോ കലോറി ഈസ് ഈക്വൽ ടു 4.184 കിലോ ജൂൾസ്. ഓക്കെ. 1 മെഗാ ജൂൾ പറഞ്ഞാൽ 239 കിലോ കലോറീസാണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എക്സ്പ്രസ് ചെയ്യുന്ന എനർജീൻ്റെ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫുഡാണ്. ഈ ഫുഡിൽ കാണുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. കിലോ കലോറിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 സെൻറ്റിഗ്രേഡോളം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒരു എനർജി എത്ര എടുക്കുന്നു അതാണ് 1 കിലോ കലോറി. ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ ബേസിൽ ആണ് പറയുന്നത്. ജൂള് എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ഇനി എനർജി വാല്യൂ ഓഫ് ഫുഡ് ഉണ്ട്. ഓക്കെ. എനർജി വാല്യൂ ഓഫ് ഫുഡ് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇപ്പം പറഞ്ഞ സാധനം തന്നെ കലോറിക് വാല്യൂ ഓഫ് എ ഫുഡ്. ഓരോ ഫുഡിനും ഓരോ കലോറിക് വാല്യൂസ് ഉണ്ട്, ഓരോ കലോറിക് കണ്ടൻറ്റ് ഉണ്ട്. അപ്പം അത് മെഷർ ചെയ്യണത് എത്ര ഓരോ ഫുഡിനനുസരിച്ചാണ്. ഓക്കെ. ഓരോ ഫുഡിനും ഓരോ കലോറിക് കണ്ടൻറ്റ് ഉണ്ട്. ആ ഒരു ഫുഡിൻ്റെ കലോറിക് വാല്യൂ അല്ലെങ്കിൽ കലോറിക് കണ്ടൻറ്റിനാണ് നമ്മൾ എനർജി വാല്യൂ ഫുഡ് എന്ന് പറയാം. ഇനി ഇത് കണ്ടുപിടിക്കുന്നത് 2 മെത്തഡാണ്. ഒന്ന് ഡയറക്റ്റ് കലോറിമെട്രിയും ഇൻഡയറക്റ്റ് കലോറിമെട്രി. അതിൽ ഡയറക്റ്റ് കലോറിമെട്രിയിൽ വരുന്ന മെത്തഡാണ് ബോംബ് കലോറിമീറ്റർ വെച്ചിട്ട് ഫുഡിൻ്റെ എനർജി വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ബോംബ് കലോറിമീറ്റർ. ഓക്കെ. അപ്പം ഇതൊരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൽ എങ്ങനെ നമ്മൾ ഇതിൻ്റെ എനർജി കണക്കാക്കുക വെച്ചാൽ it measures the heat of combustion of a substance, typically a sample of fuel or a chemical compound. ഓക്കെ. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്യൂവലിൻ്റെ സാമ്പിൾ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു സാമ്പിളിൻ്റെ കമ്പഷൻ അഥവാ അത് കത്തിച്ച് കളയാണ്. ഓക്കെ. ആ കത്തിക്കുമ്പോൾ കിട്ടുന്ന ഹീറ്റ്, ആ എനർജി ആ ഹീറ്റ് വെച്ചിട്ടുള്ള എനർജിയാണ് ഇതിൽ നമ്മൾ അളക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പാർട്സ് പറയുകയാണെങ്കിൽ ഒരു ബോംബ് ഉണ്ടാവും. ബോംബ് കലോറിമീറ്റർ പറയുമ്പോൾ തന്നെ ഫോട്ടോ നോക്കാം, ബോംബ് ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷറൈസ്ഡ് ഒരു കുക്കർ പോലത്തെ ഒരു സാധനമാണ്. ഫസ്റ്റ് തന്നെ ഏറ്റവും പുറത്ത് നമുക്ക് കാണാം ഇൻസുലേറ്റിംഗ് ജാക്കറ്റ്. ആ ഗ്രേ കളറിലുള്ള ഏറ്റവും പുറത്തുള്ളത് അത് ഹീറ്റ് പുറത്തേക്ക് പോകണമെന്നുള്ള പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ കൊടുക്കണം ഇൻസുലേറ്റിംഗ് ജാക്കറ്റ്. പിന്നുള്ളത് അതിൻ്റെ ഉള്ളിലൊരു ബക്കറ്റ് ഉണ്ടാകും. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഒരു ബോംബ് ഉണ്ടാകും. അതേപോലെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീൽ ബോംബ്. ഓക്കെ. സ്റ്റീൽ ബോംബ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇതാണ് സ്റ്റീൽ ബോംബ്. ആൻഡ് അതിൻ്റെ ഉള്ളിലൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ക്രൂസിബിളിൽ നമ്മൾ സാമ്പിൾ വെക്കുകയാണ് ചെയ്യുക. ഈ മഞ്ഞ കളറിൽ കാണുന്നത് ഫുഡാകും. ഓക്കെ. അപ്പോൾ അതിലൂടെ ഓടുന്ന ഈ ഫുഡിലൂടെ പാസ് ചെയ്യണ കോയിൽ ഉണ്ടാകും. ഇതിൻ്റെ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ. അതേപോലെ അത് കത്തിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഇഗ്നിഷൻ കൊടുക്കാൻ വേണ്ടി കത്തിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടും ഉള്ള കോയിലാണത്. ആൻഡ് ഈ സ്റ്റീൽ ബോംബിന് ചുറ്റും ഈ 2 സൈഡിൽ ഓറഞ്ച് കളറിൽ നമുക്ക് ഹീറ്റർ കാണാൻ പറ്റും. ഇത് വെച്ചിട്ടാണ് അത് ചൂടാക്കുന്നത്. അതിൻ്റെ പുറത്ത് വെള്ളമുണ്ട്. ഈ വെള്ളം എന്തിനാന്ന് വെച്ചാൽ ആ ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ ഹീറ്റ് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയെന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടെമ്പറേച്ചർ അളക്കുന്ന ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട് ഇവിടെ പുറത്തോട്ടാണ് അത് ഉള്ളിലേക്ക് കണക്റ്റ് ആയിട്ടുള്ള തെർമോസ്റ്റാറ്റാണ്. അതിന് പുറത്തൊരു എയർ സ്പേസും പിന്നെയാണ് ഇൻസുലേറ്റിംഗ് സെക്ഷനും വരുന്നുണ്ട്. ഈ കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇഗ്നിഷൻ വയേഴ്സിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു സ്പാർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ. നമ്മൾ സ്റ്റൗവൊക്കെ കത്തിക്കുന്ന പോലെ സ്പാർക്ക് കൊടുത്തിട്ട് കത്തിക്കുകയാണ് ചെയ്യുക. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഹീറ്റ് എന്ന് വെച്ചാൽ ബോംബിൽ നിന്ന് ഫുഡ് കത്തിക്കുമ്പോൾ ഉള്ള ഹീറ്റ് വെള്ളത്തേക്ക് അത് ഹീറ്റ് വരുമല്ലോ. വെള്ളം ചൂടാകുമ്പോൾ ആ ഹീറ്റ് ഈവൻലി സ്പ്രെഡ് ആകാൻ വേണ്ടി വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സ്റ്റിറർ ഉണ്ട്. പിന്നെ അതിലുള്ള ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഒരു തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഇതാണ് ബോംബ് കലോറിമീറ്ററിൻ്റെ സ്ട്രക്ചർ. ഓക്കെ. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കലോറിമീറ്ററിൻ്റെ പ്രിൻസിപ്പിളാണ് ഇതിന് യൂസ് ചെയ്യണത്. ഓക്കെ. ഈ ഫുഡ് സാമ്പിൾ
ഇലക്ട്രിക് സ്പാർക്ക് വെച്ചിട്ട് അതേപോലെ ഓക്സിജൻ്റെ സപ്ലൈ വെച്ചിട്ട്, ഓക്സിജൻ സപ്ലൈക്ക് ഒരു ട്യൂബും ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പം ഓക്സിജനും അതേപോലെ ഇലക്ട്രിക്കിൻ്റെ ഒരു സ്പാർക്കും വെച്ചിട്ട് ഒരു പ്ലാറ്റിനം കാറ്റലിസ്റ്റ് വെച്ചിട്ട് ഇത് കത്തിക്കും. ഓക്കെ, ഫുഡ് സാമ്പിൾ കത്തിക്കും. ആൻഡ് അത് കത്തിക്കുമ്പം അതിൻ്റെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഈ വെള്ളത്തിലോട്ട് എനർജി ക്യാച്ച് ചെയ്ത് വരും. ആ എനർജി അളക്കാണ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ കലോറി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ബോം കലോറിമീറ്ററിൻ്റെ ഇന്നർ പാർട്ടിൽ ഒരു ഫുഡ് സാമ്പിൾ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്തിക്കാണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്ലേസ് ചെയ്യും. ഔട്ടർ പോർഷനിൽ ഒരു അറിയുന്ന അളവിലുള്ള ഒരു വെള്ളത്തിൻ്റെ ആ ഹീറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഉണ്ട് ചുറ്റെന്ന് പറഞ്ഞു. അത് മെഷേർഡ് എമൗണ്ടാണ്, മെഷേർഡ് വോളിയാണ്. അതേപോലെ ഫുഡ് സാമ്പിൾ ഇലക്ട്രിക്കലി ഇഗ്നൈറ്റ് ചെയ്തിട്ട് സറൗണ്ടിങ് വാട്ടർ അബ്സോർബ്സ് ദ ഹീറ്റ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ടു എത്ര വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്രത്തോളം കൂടി എന്ന് മനസ്സിലാക്കിയിട്ടാണ് കലോറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ കിലോ കലോറി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടിയാൽ അത് 1 കിലോ കലോറിയാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ആ ഒരു ഫുഡിൽ നിന്നുള്ള ഹീറ്റ് എത്ര വന്നു, എത്ര കലോറി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പ്രോക്സിമേറ്റ് കമ്പോസിഷനും പിന്നെ ഇതേപോലെ നമ്മൾ നോക്കാറുണ്ട്. ഇതിന് കുറച്ചും കൂടി ഫാസ്റ്റർ വേ ആണ്. ഇതിൽ ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ്റെ ഒക്കെ കമ്പോസിഷൻ ടേബിൾ, നമ്മൾ IFCT ടേബിൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിലുള്ള കണ്ടൻറ്റ് നമുക്കറിയാം എത്ര ഗ്രാം ഉണ്ട് ഒരു ഫുഡിൽ എന്നുള്ളത്. എന്നിട്ട് അത് ഫ്യൂൽ ഫാക്ടറിനായിട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണക്കാക്കുന്ന കലോറിയാണ്. അഥവാ നമ്മൾ നോർമൽ കാൽക്കുലേഷനിൽ ചെയ്യണ പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെ ഒക്കെ എനർജി കൺവേർഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിന് 4 കിലോ കലോറിയാണ് കിട്ടുക. 1 ഗ്രാം പ്രോട്ടീനിന് 4 കിലോ കലോറി കിട്ടും. 1 ഗ്രാം ഫാറ്റിൽ നിന്ന് 9 കിലോ കലോറി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേഷൻ ഫാക്ടറിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉള്ള മെഷർമെൻ്റാണ് പ്രോക്സിമേറ്റ് കമ്പോസിഷൻ. അപ്പം അതേപോലെ ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇൻഡയറക്റ്റ് കലോറിമെട്രി. ഇപ്പോൾ ഡയറക്റ്റ് കലോറിമെട്രിയിൽ നമ്മൾ പ്രോക്സിമേറ്റ് കമ്പോസിഷനും ബോംബ് കലോറിമെട്രിയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ളതാണ് ഇൻഡയറക്റ്റ് കലോറിമെട്രി. ഇൻഡയറക്റ്റ് കലോറിമെട്രി എന്നുള്ളത് നെസസറിലി ഫുഡിൽ നിന്നുള്ള മെഷർമെൻ്റ് അല്ല എടുക്കുന്നത്, ബട്ട് അതർ നമ്മളെ ബോഡിയിൽ എത്ര എനർജി എക്സ്പെൻഡിച്ചർ നടക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഇൻഡയറക്റ്റ് കലോറിമെട്രിയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യണത് എന്താ വെച്ചാൽ it measures the amount of oxygen consumed in a particular period other than the basal conditions and the amount of carbon dioxide excreted. എന്നുവെച്ചാൽ ഒരു പ്രത്യേക തരം ഒരു പർട്ടിക്കുലർ പീരിയഡിൽ എത്ര ഓക്സിജൻ കൺസ്യൂം ചെയ്തു, അതേപോലെ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ക്രീറ്റ് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ട് അത് ഒന്നെങ്കിൽ റെസ്പൈറോമീറ്റർ വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എനർജി എക്സ്പെൻഡിച്ചർ ആ ഒരു അളവ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് കലോറിമെട്രി. ഇപ്പോൾ ഇത് പല തരങ്ങളുണ്ട്. ചില സമയത്ത് സബ്ജക്റ്റിനോട് ട്രെഡ്മിൽമലോ വാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബൈസൈക്കിൾ ഓടിക്കാനോ പറഞ്ഞിട്ട് റെസ്പിറോമീറ്റർ അവരെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് അവർ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മെഷർ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നോക്കുന്നതുകൊണ്ട് ലൈക്ക് മൗണ്ടൻ ക്ലൈമ്പിങ്, അയേണിങ്, ടൈപ്പിങ്, ഈ സമയത്തൊക്കെ എത്രത്തോളം ഓക്സിജൻ കൺസ്യൂം ചെയ്തു എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റെസ്പിറോമീറ്റർ അറ്റാച്ച് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നതുണ്ട്. ഈ റെസ്പിറോമീറ്റർ പറയുന്നത് അതിമൊരു മീറ്റർ ഉണ്ടാവും പ്ലസ് ഒരു ബാഗ് ഉണ്ടാവും ഇത് മെഷർ ചെയ്യാൻ. അതേപോലെ ഈ വോളിയം ഓഫ് എയർ കളക്ട് ചെയ്യാൻ ഒരു ബാഗ് ഉണ്ടാകും. എന്നിട്ടാണ് ഇത് അങ്ങനെ അതാണ് ഈ റെസ്പിറോമീറ്ററിൻ്റെ മെഷീൻ്റെ സെറ്റപ്പ്. മീറ്ററും ഒരു ബാഗും ഉണ്ടാകും ഈ എയർ കളക്ട് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് മീറ്റർ വെച്ചിട്ട് ഇത് എയറിൻ്റെ അളവ് റീഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഒരു സാമ്പിൾ ഓഫ് എയർ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എടുത്തിട്ട് കലോറിക് ഇക്വാലൻ്റ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. ഈ റെസ്പിറോമീറ്റർ പറയുന്ന ബാഗ് ജസ്റ്റ് ഒരു ബാക്ക് പാക്ക് പോലെ ഒരു സ്കൂൾ ബാഗ് പോലത്തെ ഒരു സാധനമാണ് റെസ്പിറോമീറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റും ഈസി ടു ക്യാരി ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പം ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കലോറിഫിക് വാല്യൂ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റിൽ നിന്ന് കലോറി കണ്ട പോലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കാണാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ അത് റെസ്പിറേറ്ററി കോഷ്യൻ്റ് പറയും. കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈൽഡ് ബൈ
ഓക്സിജൻ ഇൻഹെയിൽഡ് ചെയ്താൽ റെസ്പിറേറ്ററി കോഷ്യൻ്റ് കിട്ടും. അപ്പോൾ റെസ്പിറേറ്ററി കോഷ്യൻ്റ് ഓൺ ഓക്സിഡേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇസ് 1. ഓക്കെ, ഓരോ ന്യൂട്രിയൻസിൻ്റെ റെസ്പിറേറ്ററി കോഷ്യൻറ്റിൻ്റെ ഓക്സിഡേഷൻ വെച്ച് വെച്ചാൽ ഒരാൾ ബോഡിയിൽ ഇപ്പം റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് എക്സെൽ ടു ദ വോളിയം ഓഫ് ഓക്സിജൻ ഇൻഹെയിൽഡ് ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് അമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, എന്നുവെച്ചാൽ കാർബൺ ഡയോക്സൈഡ് എത്ര പുറത്ത് വിട്ടു അതേപോലെ ഓക്സിജൻ എത്ര ഇൻഹെയിൽ ചെയ്തു എന്നുള്ളതിൻ്റെ റേഷ്യോ അനുസരിച്ച് നമുക്ക് ന്യൂട്രിയൻസിൻ്റെ റെസ്പിറേറ്ററി കോഷ്യൻ്റ് ഈ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിൻ്റെ റെസ്പിറേറ്ററി കോഷ്യൻ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ 1 ആണ്, പ്രോട്ടീൻ്റെ 0.82, ഫാറ്റിൻ്റെ 0.7, ആൽക്കഹോളിൻ്റെ 0.66. ഇങ്ങനെ ഓരോ ഫുഡിൻ്റെ റെസ്പിറേറ്ററി കോഷ്യൻ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അയാളെ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ അനുസരിച്ച് റെസ്പിറേറ്ററി കോഷ്യൻ്റ് കണ്ടാൽ ഓരോ ന്യൂട്രിയൻറ്റിൻ്റെയും ഇതേപോലെ കണക്കാക്കാം. അങ്ങനെ ഓരോ ന്യൂട്രിയൻറ്റിൽ നിന്ന് കിട്ടിയാൽ നമുക്കതിൽ നിന്ന് എനർജി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യാം. അത്ര ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഓരോ ആക്ടിവിറ്റീസിൻ്റെ സമയത്ത് ഉണ്ടോ. ഒരു റൂമാണ്, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള റൂമിലാണ് ഇവർ ആക്ടിവിറ്റി ചെയ്യുക. വാട്ടർ വഴി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ കടത്തി വിടുന്നുണ്ട്. ഹീറ്റ് ഇയാൾ ബോഡിയിൽ നിന്ന് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഈ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ ചേഞ്ച് വെച്ചിട്ടും കലോറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ ഫ്രഷ് എയർ ഒരു ഔട്ട്ലെറ്റിലൂടെ കൊടുത്തിട്ട് എക്സെൽഡ് എയർ മറ്റൊരു ഭാഗത്ത് കളക്ട് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട്. ഇത് റെസ്പിറേറ്ററി ചാമ്പറാണ്. റെസ്പിറോമീറ്റർ എന്ന് പറഞ്ഞ ബാഗ് എന്നുള്ളത് ഇവർ ബാഗ് പോലെ പുറത്തിട്ടിട്ടാണ് ചെയ്യുക. ഇനി അടുത്തതാണ് എസ്റ്റിമേഷൻ ഓഫ് എനർജി എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ആക്ടിവിറ്റിക്കും ഓരോരോ എനർജി എക്സ്പെൻഡിച്ചറാണ് ഉണ്ടാവുക അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും വഴികളുണ്ട്. കൂടുതലും ഇത് സ്പോർട്സ് ന്യൂട്രീഷൻ്റെ സമയത്തൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് 0.175 ഇൻറ്റു MET ഇൻറ്റു വെയ്റ്റ് ഇൻ കിലോഗ്രാംസ്. ഓക്കെ, ആ സബ്ജക്റ്റിൻ്റെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് MET നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. MET മീൻസ് മെറ്റബോളിക് ഇക്വാലൻ്റ് എന്ന് വെച്ചാൽ എത്ര ഓക്സിജൻ കൺസ്യൂം ചെയ്തു അതിനനുസരിച്ചുള്ള എനർജി എത്ര പോയി എത്ര എക്സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് MET. അത് നമ്മൾ താഴെ കൊടുത്ത ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ സിറ്റിങ്ങിന് ഒരു MET ആണ് പോവുക. റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് ആണിത്, റെസ്റ്റ് ചെയ്യാണ് അല്ലേ. സോ അതുകൊണ്ട് 1 ഉള്ളൂ MET. ബൈസൈക്ലിംഗ് ഒക്കെ ആകുമ്പോൾ പല ലെവൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് MET കൂടും. ഓക്കെ, അപ്പോൾ ഈ MET എന്ന് പറഞ്ഞാൽ എത്ര കലോറീസ് ബേൺ ചെയ്തു ഈ എക്സസൈസിൽ എന്നുള്ളതാണ് METൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റീൻ്റെ എനർജി എക്സ്പെൻഡിച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതാണ് ടോട്ടൽ എനർജി റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടലി എന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിൽ പലതരം എനർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഫിസിക്കൽ ഉണ്ട്, തെർമോജനസിസ് ഉണ്ട്, BMR ഉണ്ട്. BMR എന്നാൽ ബേസിക് മെറ്റബോളിക് റേറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നുമില്ല ഉറങ്ങുകയാണെന്ന് കരുതിക്കോളി. ആ ഉറങ്ങണ സമയത്ത് എന്തൊക്കെ എനർജി ആവശ്യങ്ങൾ നമ്മളെ ബോഡിയിലുണ്ട്, അത് ബേസിക് ആയിട്ടുള്ള മെറ്റബോളിക് റേറ്റാണ്. ഓക്കെ, നമ്മളെ ബോഡിയിൽ നാച്ചുറലി നടക്കണ ഒരു പ്രത്യേക തരം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാണ്ട് റെസ്റ്റിങ്ങിൽ നടക്കണ ആക്ടിവിറ്റീസ് മെറ്റബോളിസത്തിനുള്ള എനർജി എക്സ്പെൻഡിച്ചറാണ് BMR. ഫിസിക്കൽ എനർജി എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ ബോഡി ആക്ടിവിറ്റിക്ക് അനുസരിച്ച് വെച്ചാൽ നേരത്തെ നമ്മൾ MET വെച്ച് കണ്ട എനർജി എക്സ്പെൻഡിച്ചർ വെച്ചാൽ ഓരോ ആക്ടിവിറ്റിക്ക് വാക്കിങ്ങിന്, സൈക്ലിങ്ങിന്, സിറ്റിങ്ങിന് ഒക്കെ വരുന്ന എക്സ്പെൻഡിച്ചർ. തെർമോജനസിസ് പറയുമ്പോൾ ബോഡിയിൽ ഫുഡ് മെറ്റബോളൈസ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് വെച്ചിട്ടുള്ള എനർജിയാണ് തെർമോജനസിസ്. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മുടെ ബോഡിയിലെ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻ ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ബേസ് മെറ്റബോളിക് റേറ്റ് പ്ലസ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ, അതായത് ഫിസിക്കൽ എനർജി തെർമോജനസിസ് എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ എനർജി ആൻഡ് ആക്ടിവിറ്റി എന്നുള്ള എനർജി എക്സ്പെൻഡിച്ചറും കൂടിയിട്ടാണ് ടോട്ടൽ എനർജി നീഡ് നമ്മൾ കണക്കാക്കാം. അപ്പോൾ ഈ ടോട്ടൽ എനർജി നീഡ് ഒരു ആൾക്കനുസരിച്ചാണ് നമ്മൾ പറയാം. അവരുടെ ബേസിൽ എനർജി നീഡ്സ്, അവരെ എനർജി എഫക്റ്റ് ഓഫ് ഫുഡ് ഇൻടേക്ക് എന്ന് വെച്ചാൽ ഫുഡ് ഇൻടേക്കിനനുസരിച്ചുള്ള എനർജീൻ്റെ എഫക്റ്റ് ഓർ ദി സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ അതിന് പറയും. ആൻഡ് ദി എനർജി കോസ്റ്റ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് എത്ര എനർജി അവർക്ക് ആവശ്യം വന്നു, ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് അവർ ടോട്ടൽ എനർജി റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനനുസരിച്ചാണ് എനർജി ആയിട്ട് EARഉം RD ഒക്കെ കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ. ഇനി അത് ഓരോ നമുക്ക് നോക്കാം. ബേസിൽ അല്ലെങ്കിൽ റെസ്റ്റിംഗ് എനർജി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ BMR എന്ന് പറയുന്നത് അല്ലെങ്കിൽ BE എന്നൊക്കെ പറയും. ഇത് ബേസിൽ മെറ്റബോളിക് റേറ്റ് ആണ്. ഓക്കെ, എന്നുവെച്ചാൽ ഏറ്റവും മിനിമം എനർജി സ്പെൻഡ് ചെയ്യണ സമയമാണിത്. ഇവർ റെസ്റ്റിങ്ങിൻ്റെ സമയത്ത് 24 ഹവറിൽ ഫിസിക്കലി ഒന്നും ആക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ട് ഫിസിക്കലും മെൻ്റലിയും റെസ്റ്റിലാവുമ്പോൾ ഒരു
നോർമൽ ടെമ്പറേച്ചറിൽ റൂം ടെമ്പറേച്ചറിൽ ബോഡി എത്ര എനർജി എക്സ്പെൻഡ് ചെയ്യണു എന്നുള്ളതാണ് BE. ഓക്കെ, അപ്പം ഫണ്ടമെൻ്റൽ മെറ്റബോളിക് ഫങ്ഷൻസ് മാത്രമേ ഈ സമയത്ത് നടക്കുള്ളൂ. ലൈക്ക് ബ്രീത്തിങ്, അതേപോലെ അയോൺ ട്രാൻസ്പോർട്ട്, എൻസൈംസിൻ്റെ ടേൺ ഓവർ, എൻസൈംസിൻ്റെ പ്രൊഡക്ഷന്, ഇതൊക്കെയാണ് ഈ സമയത്ത് നടക്കുക. ആൻഡ് ഈ സമയത്ത് എന്താകില്ല, അയാൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ വർക്കിലോ എൻഗേജ്ഡ് ആയി നിൽക്കില്ല. അതേപോലെ ഏതും ഫുഡും ഡൈജഷൻ നടക്കാത്തൊരു സമയത്താണ് ഈ BE മെഷർ ചെയ്യുക. ഓക്കെ, ഇനി തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ എനർജി എക്സ്പെൻഡിച്ചർ അസോസിയേറ്റ് വിത്ത് കൺസംഷൻ, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൈജഷൻ, അതിൻ്റെ അബ്സോർപ്ഷൻ, അതിൻ്റെ കൺസംഷൻ, നമ്മൾ വായിലിട്ട് ചവക്കണ സമയത്തുള്ള എനർജി എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടോ ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, അപ്പം ഈ തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡിനെ നമ്മൾ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്പെസിഫിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇത് സെപ്പറേറ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി ആക്ടിവിറ്റി തെർമോജനിസിസ് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഓരോരുത്തർ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എത്ര എനർജി എക്സ്പെൻഡിച്ചർ വന്നു എന്നുള്ളതാണ് കണക്കാക്കുക. അതിൽ നോൺ എക്സസൈസ് ആക്ടിവിറ്റിക്കുള്ള എനർജി ഉണ്ട്, അതല്ലാണ്ട് എക്സസൈസ് ആക്ടിവിറ്റിക്ക് സെപ്പറേറ്റ് എനർജി ആണ് പോകുക. എക്സസൈസ് ആക്ടിവിറ്റിക്ക് കുറച്ചും കൂടി എനർജി ആവശ്യം വരും. ഓക്കെ, അപ്പം എക്സസൈസ് ആക്ടിവിറ്റിക്ക് നമ്മൾ കണക്കാക്കിയതാണ് സെഡൻറ്ററി, മോഡറേറ്റ്, അതേപോലെ വിഗറസ് അല്ലെങ്കിൽ ഹെവി വർക്കിംഗ് എന്ന ഓക്യുപ്പേഷൻസ്. അതിൽ സെഡൻറ്ററി എന്ന് പറഞ്ഞാൽ ലെസ് ഫിസിക്കൽ ആക്ടിവിറ്റി എനർജിയാണ് ഇവർക്ക് ആവശ്യം വരിക. ആൻഡ് മോഡറേറ്റ് ആക്ടിവിറ്റിയിൽ കുറച്ചും കൂടി എന്താ പറയുക എനർജി വേണം, ബട്ട് സ്ട്രെനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹെവി അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലുള്ള ആക്ഷൻസ് ഒന്നും ഇതിലുണ്ടാകില്ല, ആക്ടിവിറ്റി ഉണ്ടാകില്ല. ആൻഡ് വിഗർസ് എന്ന് പറയുമ്പോൾ വെരി റെഗുലർലി ആയിട്ടുള്ള സ്ട്രെനസ് വർക്ക് ആണ് ഉണ്ടാകുക, ലൈക്ക് സ്വിമ്മിങ് ഫോർ 2 hours. ഓക്കെ, മൈൻ വർക്കേഴ്സിലൊക്കെയാണ് അത് കൂടുതലും ഹെവി വർക്കിങ്ങിൻ്റെ ഇത് വരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ആക്ടിവിറ്റി തെർമോജനസിസ് അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എനർജി കൂടുതലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ എനർജി റിക്വയർമെൻറ്റ്സ്. ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഇനി വരുന്നതാണ് BMR. BMR എന്നിപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ബോഡിക്ക് ഇൻവോളണ്ടറി വർക്ക് ചെയ്യാൻ എത്ര എനർജി വേണം, ഇതാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ്. പേര് പോലെ തന്നെ ബേസലായിട്ട് നമ്മളെ ബോഡിയിൽ നടക്കണ എനർജി എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓർഗൻസിൻ്റെ ബേസിക് ഫങ്ഷനിങ്, ഫണ്ടമെൻ്റലി നമ്മളെ ബോഡിയിൽ നടക്കുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഹാർട്ടിൻ്റെ പമ്പിങ്, ബ്ലഡ് സർക്കുലേഷൻ, കിഡ്നിൻ്റെയും ഒക്കെ ഫങ്ഷനിങ്, ഓർഗൻസിൻ്റെ ഫങ്ഷനിങ്, ഇതൊക്കെ നമ്മൾ ഒരു ആക്ടിവിറ്റി ഇല്ലാണ്ട് നിൽക്കുന്ന നേരം എപ്പോഴാണ് ഉറക്കമാണ്. ആ ഉറക്കത്തിൻ്റെ സമയത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഡൈജഷൻ ഒന്നും പക്ഷെ നടക്കാൻ പാടില്ല. അതേപോലെ നമ്മളെ മസിലൊക്കെ എന്താകും, റെസ്റ്റിലാകും ഉണ്ടാകുക. ഇനി ഇതിൻ്റെ BMR കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് 12 to 16 hours ആഫ്റ്റർ ദി ലാസ്റ്റ് മീൽ. ഓക്കെ, പോസ്റ്റ് അബ്സോർപ്റ്റീവ് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ ആ നേരത്ത് ഫുഡൊന്നും ഉണ്ടാകരുത്, അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യുക. അതേപോലെ സബ്ജക്റ്റ് ഷുഡ് ബി റിലാക്സ്ഡ് ഓർ ഇല്ലെങ്കിൽ ഹി ഷുഡ് ബി ലൈയിങ് ഡൗൺ ബട്ട് അവെയ്ക്ക്. ആൾ ഉണർന്നിരിക്കണം, ഉറങ്ങാൻ പാടില്ല. ബിക്കോസ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ BMR പറ്റ കുറച്ച് പോകും. സോ സ്ലീപ്പിൻ്റെ സമയത്തല്ല ചെയ്യുക, പക്ഷേ സ്ലീപ്പ് ചെയ്യുന്ന പോലെ ആൾ കംപ്ലീറ്റ്ലി റെസ്റ്റിലാകണം. ആൻഡ് എക്സസൈസിൻ്റെ സമയത്തും ഇത് ചെയ്യാറില്ല. നോർമൽ പൾസ് റേറ്റാണ് ഇവർക്ക് വേണ്ടത്. അതേപോലെ ഫിയറോ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എക്സ്ട്രാ ഹാർട്ടിന് വർക്ക് വരുന്ന കേസാണത്, സ്ട്രെസ് കൊണ്ടൊക്കെ. അതേപോലെ ഒരു ആംബിയൻ ടെമ്പറേച്ചറിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ ആൾക്ക് കൂടുതൽ സ്വെറ്റ് ചെയ്യാനും പാടില്ല, എന്നാൽ ഓവർ ഷിവറിങ്ങും വരാത്ത രീതിക്ക് ഉള്ളൊരു സിറ്റുവേഷനിലാണ്, എൻവിറോൺമെൻറ്റിലാണ് ആൾ നിൽക്കേണ്ടത്. അതേപോലെ ഫീവറും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് ഫീവറിൻ്റെ സമയത്ത് 7% BMR കൂടുന്നുണ്ട് ഓരോ ഫാരൻഹൈറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ. വെച്ചാൽ ഇപ്പോൾ 1 ഫാരൻഹൈറ്റ് ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ 7% BMR കൂടിയിട്ടുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും ഫീവറിൻ്റെ സമയത്ത് 1 ഫാരൻഹൈറ്റ് ഒന്നും ആവില്ല, അതിലേറെ കൂടും. അതിനനുസരിച്ച് BMR കൂടിക്കൊണ്ടേയിരിക്കും. സോ ഫീവറുള്ള സമയത്തൊന്നും ഇത് ചെയ്യാൻ പാടില്ല. ആൻഡ് നോർമൽ ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് കൺസംഷൻ ആൻഡ് എക്സ്ക്രീഷനാണ് വേണ്ടത്. അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. ആൻഡ് അപ്പോൾ ഇങ്ങനത്തെ കേസസിലാണ് BMR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് BMR ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.
അപ്പോൾ BMR നമുക്കറിയാം ഹീറ്റാണല്ലേ, ഹീറ്റും ബോഡി ഹീറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സമയത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ BMRനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരാളെ ബോഡിക്ക് എത്ര റിക്വയർമെൻറ്റ് വേണമെന്ന് എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ബോഡി സൈസാണ്. അപ്പോൾ ഹീറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ലോസ്റ്റ് ത്രൂ ദ സ്കിൻ. നമുക്ക് അറിയുന്നതാണ് നമ്മളെ ബോഡി ഒരു അമൗണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആൾ സൈസ് കൂടുന്തോറും കൂടുതൽ സർഫസ് ഏരിയ കൂടാണ് ചെയ്യുക. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും കൂടുതൽ ഹീറ്റ് ലോസ് ആക്കി പോകും. ഓക്കെ, കാരണം ആൾക്ക് കൂടുതൽ സ്കിൻ ഉണ്ടാവും. കൂടുതൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്കിന്നാണ്. ഈ സ്കിന്ന് വഴി കൂടുതൽ ഹീറ്റ് ലോസ് ആയി പോകും. എന്നാൽ നേരെ മറിച്ച് ഷോർട്ട് അതേപോലെ സ്മോളർ പേഴ്സൺ ആണെങ്കിൽ എന്താ പറയുക, കമ്പാരിറ്റീവ്ലി കുറവാണ് ഉണ്ടാകുക. വെൽ ബിൽറ്റ് പേഴ്സൺ ഹാസ് എ ഗ്രേറ്റർ സ്കിൻ സർഫസ് ഏരിയ ആൻഡ് ഷോർട്ടർ ഓർ സ്മോളർ പേഴ്സൺ ഹാസ് ലെസ്. ആൻഡ് സ്വാഭാവികമായിട്ടും ടോളായിട്ടുള്ള കുറച്ചുകൂടി ബോഡി സർഫസ് ഏരിയ ഉള്ള ആൾ കൂടുതൽ ഹീറ്റ് ലോസ് ആവുന്നതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് BMR അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ബോഡി കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മസിൽ ടിഷ്യൂ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ നമുക്ക് മെയിനായിട്ടുള്ളത്. ഒരു അത്ലറ്റിന് പറയുമ്പോൾ വെൽ ബിൽറ്റ് മസിൽസും കുറച്ച് ഫാറ്റ് ഉണ്ടാകുള്ളൂ. ഇവർക്ക് കൂടുതൽ BMR ഉണ്ടാകും, കാരണം മസിൽ കമ്പോസിഷൻ കൂടിയതുകൊണ്ട്. നോൺ അത്ലറ്റിന് മോർ ഫാറ്റ് ഓഫ് ദ സെയിം വെയ്റ്റ്. ഓക്കെ, സെയിം വെയ്റ്റ് ഉള്ള ആൾ തന്നെ ബട്ട് ഫാറ്റ് കൂടുതലേക്കാരം മസിൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് BMR അത്രക്ക് കൂടില്ല, കുറവായിരിക്കും ഉണ്ടാകുക അത്ലറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ മസിൽ ടിഷ്യൂക്ക് മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുതലാണ്. സോ കമ്പയർഡ് ടു ദി അഡിപ്പോസ് അല്ലെങ്കിൽ ഫാറ്റി ടിഷ്യൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ബോഡി കമ്പോസിഷനനുസരിച്ചും BMR വേരിയേഷൻ വരും. ഏജിനനുസരിച്ച് എന്ന് വെച്ചാൽ റാപ്പിഡ് ഗ്രോത്തിൻ്റെ ഏജ് നമുക്കറിയാം, അഡോളസെൻ്റ്, പ്യൂബർട്ടി സ്റ്റേജ്, അതേപോലെ ചിൽഡ്രനിൽ ഒക്കെ ഗ്രോത്ത് റാപ്പിഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് BMR 15 to 20% ഇൻക്രീസ് വരുന്നുണ്ട്. അതേപോലെ സെൽ പ്രൊഡക്ഷനും കാര്യങ്ങളും ഇൻഫൻസിൽ, പ്രീ സ്കൂൾ ഇയേഴ്സിൽ, പ്യൂബർട്ടി സമയത്ത്, പ്രഗ്നൻസി, ലാക്ടേഷനിലും ഇതേപോലെ രണ്ടാമത് പിന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു ഓൾഡ് ഏജൊക്കെ എത്തിയാൽ സ്വാഭാവികമായിട്ട് അവരുടെ ബോഡിയിലെ ആക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു വരും. ഓരോ ഡെക്കേഡും ഓരോ ഇയർ കഴിയുമ്പോഴും 2% ഇത് കുറഞ്ഞു വരുന്നുണ്ട് BMR. ഓക്കെ, ആഫ്റ്റർ ദി ഏജ് ഓഫ് 21 years. ഈ ജെൻഡർ നോക്കുകയാണെങ്കിൽ BMR ഈസ് 10% ഹയർ ഇൻ മെൻ ആസ് കമ്പയർഡ് ടു വുമൻ. ബിക്കോസ് നമുക്കറിയാം വുമണും മെന്നും കമ്പയർ ചെയ്യുമ്പോൾ ബോഡി കമ്പോസിഷനിൽ വ്യത്യാസമുണ്ട്. മെന്നിന് കുറച്ചും കൂടി മസിൽസ് കൂടുതലാണ്, ഫീമെയിൽസിൽ കുറച്ചും കൂടി ഫാറ്റാണ് കൂടുതൽ. അതുകൊണ്ട് അവർ തമ്മിൽ BMR 10% വ്യത്യാസം വരുന്നുണ്ട്. ഫീവർ നോക്കുകയാണെങ്കിൽ ഫീവറിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണിത്, 1 degree ഫാരൻഹൈറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് 1 degree കൂടുമ്പോൾ 7% കൂടുന്നുണ്ട് BMR. സോ ഫീവർ സമയത്തും ഈ ലോസ് ഓഫ് വെയിറ്റ് വരാനും ഇതന്നെയാണ് റീസൺ. ഫീവർ വരുമ്പോൾ BMR കൂടുമ്പോൾ ബോഡിയിൽ മെറ്റബോളിസം കൂടുതൽ നടക്കും. നമ്മളെ ബോഡീൻ്റെ മസിൽ ടിഷ്യൂൻ്റെ ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റി കൂടുതലായിട്ട് നടക്കും. അങ്ങനെയാണ് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. പിന്നെ അതേപോലെയുള്ളതാണ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് വെച്ചാൽ സ്റ്റാർവേഷൻ അഥവാ മാൽന്യൂട്രീഷൻ്റെ സമയത്ത് മസിൽ ടിഷ്യൂ കുറയും. ഇതും ബോഡി കമ്പോസിഷനായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷനുള്ള സാധനമാണ്. സ്റ്റാർവേഷൻ്റെ സമയത്ത് മസിൽ ടിഷ്യൂ കുറയും ആൻഡ് ദർബൈ BMR എന്താകും, കുറയുന്നുണ്ട്. ബട്ട് ഹൈലി കാറ്റബോളിക് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ ലൈക്ക് ക്യാൻസർ, ട്യൂബർക്കുലോസിസ് പോലത്തെ ബേൺസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ ബോഡിയിൽ മെറ്റബോളിക് ആക്ഷൻസ് കൂടാണ്. ക്യാൻസർ പറയുമ്പോൾ ട്യൂമർ എക്സ്ട്രാ വന്ന് കണ്ട് മെറ്റബോളിസം കൂടുതൽ ഓവറായിട്ട് നടക്കുന്ന കണ്ടീഷനാണ്. TBയിലും അതേപോലെ തന്നെ. ബേണൊക്കെ നടന്നതെന്ന് വെച്ചാൽ കൈയും മേലൊക്കെ പൊള്ളിയാൽ അതിൻ്റെ റിപ്പയറിങ്ങിനുള്ള എക്സ്ട്രീം വർക്കിംഗ് ആണ് നടക്കുന്ന ബോഡിയിൽ. ആ സമയത്ത് BMR കൂടുന്നുണ്ട്. ഹോർമോൺസിൻ്റെ കേസിൽ തൈറോയ്ഡ് ഹോർമോൺസ് BMR ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഹൈപ്പർ തൈറോയിഡിസത്തിലൊക്കെ BMR വളരെ കൂടിയിട്ട് അവർക്ക് എക്സ്ട്രീം വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകും. നേരെ മറിച്ച് ഹൈപ്പോ തൈറോയിഡിസത്തിലാകുമ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ BMR കുറയാണ് ചെയ്യുക. ക്ലൈമറ്റിൻ്റെ കേസിൽ ഇതുണ്ടാകുന്നുണ്ട്. കോൾഡ് ക്ലൈമറ്റിൽ നമ്മളെ ബോഡിക്ക് നോർമൽ ബോഡി ടെമ്പറേച്ചർ ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഷിവറിങ്ങും കാര്യങ്ങളും ഉണ്ടാകും. അതേപോലെ വാം ക്ലൈമറ്റിൽ ഭയങ്കരമായിട്ട് സ്വെറ്റിങ് നടക്കും. അപ്പോൾ ആ സമയത്തൊക്കെ എന്താവും, BMR ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രാ സാധനം ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രാ മെറ്റബോളിക് ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സൈക്കോളജിക്കൽ ടെൻഷൻ പറയുമ്പം ശരീരത്തിൽ നമുക്ക് സ്ട്രെസ്സും വെറി ടെൻഷനൊക്കെ വരുമ്പോൾ സ്ട്രെസ് ഹോർമോൺസിൻ്റെ വർക്കിങ്ങും കാര്യങ്ങൾ കൂടുതൽ ആവുന്നുണ്ട്. നമ്മളെ ബോഡി മെൻ്റൽ വർക്കിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BMR റേസ് ആവുന്നുണ്ട്. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് BMR. ബോഡി സൈസ്, ബോഡി കമ്പോസിഷൻ, ഏജ്, ജെൻഡർ, ഫീവർ, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അതിൽ 2 തരത്തിലുള്ള ഡിസീസുകൾ പറഞ്ഞു. BMR കൂട്ടുന്നതുണ്ട്, കുറക്കുന്നതുണ്ട്. ഹോർമോൺസ് പറഞ്ഞു, ക്ലൈമറ്റ് പറഞ്ഞു, സൈക്കോളജിക്കൽ ടെൻഷൻസ് നമ്മൾ പറഞ്ഞു.
അപ്പോൾ ഇതാണ് എനർജി മെറ്റബോളിസം ഓഫ് ഫുഡ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു എനർജി എന്താ, നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു. അതേപോലെ അതിൻ്റെ പല ഫോംസിൽ നമ്മൾ എനർജി കാണുന്നുണ്ട്, അതിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. എനർജി വാല്യൂ ഓഫ് ഫുഡ് നമ്മൾ പഠിച്ചു. ഇനി എനർജി വാല്യൂ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തഡ്സ് അതിൽ വരുന്നതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കലോറിമെട്രി. ഡയറക്റ്റിൽ വരുന്നതാണ് ബോംബ് കലോറിമീറ്ററും പ്രോക്സിമേറ്റ് കമ്പോസിഷനും. ഇൻഡയറക്റ്റിൽ വരുന്നതാണ് റെസ്പിറേറ്ററി കോഷ്യൻ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ റെസ്പൈറോമീറ്റർ വെച്ചിട്ട് കണക്കാക്കുന്ന എനർജി വാല്യൂ. അതേപോലെ എസ്റ്റിമേഷൻ ഓഫ് എനർജി എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ടോട്ടൽ എനർജിയിൽ വരുന്ന ആക്ടിവിറ്റി എനർജി എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. MET വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. METൻ്റെ ടേബിൾ ഉണ്ട്. ഓരോ ആക്ടിവിറ്റിക്കും ഓരോ എനർജിയാണ് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ MET കാണാം. ആൻഡ് ടോട്ടൽ എനർജി റിക്വയർമെൻറ്റ്, ഒരാൾക്ക് ബോഡിക്ക് എത്ര ടോട്ടൽ എനർജി RD ഒക്കെ എങ്ങനെ കണക്കാക്കി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ എനർജി റിക്വയർമെൻറ്റ് നമ്മൾ കാണുന്നത്. അത് ഓരോ 3 ഘടകങ്ങളാണ് അതിനുള്ളത്. ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ എനർജി എക്സ്പെൻഡിച്ചർ, തെർമോജെനസിസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഫുഡ് എനർജി എക്സ്പെൻഡിച്ചർ, അതേപോലെ ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ BMR. അപ്പം അതിൻ്റെ ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചു. പിന്നെ BMRൻ്റെ എങ്ങനെ ഏത് സമയത്താണ് BMR നമ്മൾ കണക്കാക്കുക മെഷർ ചെയ്യുക, അതേപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് BMR നമ്മൾ